മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി 18:5 സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18:5 അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. കർത്താവായ ഈശോയെ പ്രതിനിധീകരിച്ച് സേവനവും സ്നേഹവും കരുതലും സ്വീകരിക്കുവാൻ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വ്യക്തികളുണ്ട്. എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു. മത്തായി 25:40 നാം വായിക്കുന്നുണ്ട്. ബലഹീനരെയും കുറവുള്ളവരെയും സഹായിക്കുന്നത് ഈശോയ്ക്ക് നാം ചെയ്യുന്ന സേവനം തന്നെയാണ്. അപ്രകാരമുള്ള സേവനങ്ങൾ ദൈവാനുഗ്രഹം ലഭിക്കുവാൻ മുഖാന്തരമാകും. ചില കുഞ്ഞുങ്ങൾ ജന്മനാ ബലഹീനരായിരിക്കും. മാനസികമായും ശാരീരികമായും ശരിയായ വളർച്ച ഉണ്ടായിരിക്കുകയില്ല. ആകൃതിയിലും പ്രകൃതിയിലും വിരൂപികളായിരിക്കും. ആവിധ അനുഭവമുള്ള മാതാപിതാക്കൾ തീരാ ശാപമെന്ന് കരുതി ദുഃഖിക്കാറുണ്ട്. പക്ഷേ അവർ ശാപമല്ല, ദൈവാനുഗ്രഹത്തിനുള്ള മുഖാന്തരങ്ങളാണ്. ദീർഘവർഷമായി രോഗശയ്യയിൽ കിടക്കുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന മക്കളുടെ അനുഭവവും തത്തുല്യമാണ്. അധികം ദൈവകൃപകൾ തരുവാൻ വേണ്ടി തരുന്ന അവസരങ്ങളാണവ എന്ന് മനസ്സിലാക്കിയാൽ നാം നിരാശരാവുകയില്ല. ഏതെങ്കിലും കുറവുള്ള പൈതങ്ങൾക്ക് മറ്റു ചില രംഗങ്ങളിൽ അധികം കഴിവുകൾ ഉണ്ടായിരിക്കും. അവരുടെ താലന്തുകൾ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കണം. ബലഹീനർക്ക് നാം ചെയ്യുന്ന സേവനം ദൈവമാണ് സ്വീകരിക്കുന്നത്. നമ്മെ തിരിച്ചു സഹായിക്കുവാൻ കഴിവില്ലാത്തവരെ ശുശ്രൂഷിച്ചാൽ തീർച്ചയായിട്ടും ദൈവം പ്രതിഫലം തരും. ബലഹീനർക്ക് നാം ചെയ്യുന്ന സേവനം ദൈവം തുലാസിൽ തൂക്കി പകരം അനുഗ്രഹങ്ങൾ തരുകയാണ്. ബലഹീനർക്കുള്ള ശുശ്രൂഷയിൽ നാം പുറകോട്ടു പോകാൻ പാടില്ല. അവിടെ ദൈവം അത് കാണുകയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.